സൈഫിനിസയുണ്ട്. സൈഫിനിസ രാവിലെ മുതൽ ഈ കേസ് ഫോളോ ചെയ്യുന്നുണ്ട്. സൈഫിനിസ, ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം കൂടി ഉയർന്നിട്ടുണ്ടോ? മാധ്യമങ്ങളിൽ ഒരു വലിയ പടയുണ്ടായിരുന്നു. അതിനിടയിൽ കൂടി കടന്നു പോകുമ്പോൾ വാഹനത്തിൽ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞത് തെറ്റല്ല എന്ന വാദമാണ് പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും അതായിരിക്കും ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയ നിയമോപദേശം. ഈ അറസ്റ്റിലേക്ക് ഉടൻ കടക്കും എന്നാണ് അറിയാനാകുന്നത്. നിങ്ങളെ അകത്തേക്ക് കയറ്റുന്നില്ല അല്ലേ? സ്മൃതി, അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നിലവിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ സ്റ്റേഷന്റെ അകത്തേക്ക് കയറ്റി ഗേറ്റ് അടച്ചിരിക്കുകയാണ്, ഗ്രില്ല് അടച്ചിരിക്കുകയാണ്. ഈ സ്റ്റേഷന്റെ അകത്താണ് ഇനി ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാവുക. ഏകദേശം 7 മണിക്കൂറിന് ശേഷമാണ് വയനാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് യാത്ര തിരിച്ച് 7 മണിക്കൂറിന് ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ പ്രതിയെ ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. രാവിലെ മുതൽ നമ്മൾ ഈ വാർത്ത അറിഞ്ഞത് മുതൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തുടരുകയായിരുന്നു. പലയിടങ്ങളിലേക്ക് മാറ്റി കൊണ്ടുപോകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ നിലയുറപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ബോബി ചെമ്മണ്ണൂരിനെ അകത്തേക്ക് കയറ്റി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. കാരണം ഇത്രയും നേരം മണിക്കൂറുകൾ യാത്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയാണ് കൃത്യമായ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാവേണ്ടത്, അറസ്റ്റ് നടപടികൾ ഉണ്ടാകേണ്ടത്. അല്പസമയത്തിന് തന്നെ വൈദ്യ പരിശോധനയ്ക്കായും ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകണം. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്യും. മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്ന് ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത്. ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ റിപ്പോർട്ടർ ടിവിയോട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റേഷന് മുൻപിലും മാധ്യമപ്രവർത്തകരോട് ആവർത്തിക്കുന്നത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഹണി റോസിനോട് മാപ്പ് പറഞ്ഞു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും ഇത്തവണ പറഞ്ഞില്ല. വലിയ സുരക്ഷയുണ്ടായിരുന്നു, വലിയ മാധ്യമങ്ങളുടെ വലിയ പടയുണ്ടായിരുന്നു, ഓൺലൈൻ മാധ്യമങ്ങളുടെ അടക്കം. അതുകൂടാതെ തന്നെ ഈ ബോച്ചെ ആരാധകരായ കുറച്ചുപേരും ഇവിടെ തങ്ങിക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയ പ്രതിഷേധങ്ങളിലേക്കൊന്നും പോയില്ല. അതിനു മുമ്പേ തന്നെ പോലീസിന്റെ കനത്ത സുരക്ഷാ വലയത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ അകത്തേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഗ്രിൽ അടച്ചിരിക്കുകയാണ്. ഇതിനകത്താണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. ഇന്ന് രാത്രി മുഴുവൻ ബോബി ചെമ്മണ്ണൂർ ഇതിനകത്ത് തുടരേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുപോലെ ശ്രമകരമായിരിക്കും ഇനി ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്കടക്കം പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിലും. എന്തായാലും നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി അറസ്റ്റ് നടപടികളിലേക്ക് അടുത്ത മണിക്കൂറുകളിൽ സെൻട്രൽ പോലീസ് കടക്കും എന്നാണ് അറിയുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. അതായത് ഒരു 10 അംഗ സംഘത്തെ ഇന്നലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ രൂപീകരിച്ചിരുന്നു. ഈ സിറ്റി പ്രത്യേക അന്വേഷണ സംഘമാണ് വയനാട് മേപ്പാടിയിലെ 1000 ഏക്കർ പ്രോജക്റ്റിലെത്തി ഈ ബോബി ചെമ്മണ്ണൂരിനെ രാവിലെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം ഈ ഹണി റോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ കൂടി നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു, DGPയോട് സംസാരിച്ചിരുന്നു. കുറ്റക്കാരെ ഒരിക്കലും സംരക്ഷിക്കില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. അതിന് പിന്നാലെയാണ് ഇത്ര ദ്രുതഗതിയിലുള്ള നീക്കങ്ങളുമായി പോലീസ് മുന്നോട്ട് പോയത്. സെൻട്രൽ പോലീസിന്റെ സംഘം ഇന്നലെ രാത്രി തന്നെ വയനാട്ടിലേക്ക് തിരിച്ചു. വയനാട്ട് ഇന്ന് രാവിലെ എത്തിയ സംഘം ഇന്ന് രാവിലെ മേപ്പാടിയിലെ ഇദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകെ ജീപ്പ് ഇട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഒരു രീതിയിലും പോലീസ് ഉദ്യോഗസ്ഥരെ എതിർക്കാനോ കൂടെ വരില്ലെന്ന് പറയാനോ ബോബി ചെമ്മണ്ണൂർ തയ്യാറായിരുന്നില്ല. താൻ വരാം, തന്റെ വാഹനത്തിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലീസിന്റെ വാഹനത്തിൽ താങ്കൾ വരൂ, താങ്കളുടെ കാർ പുറകെ വരട്ടെ എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഇവർ കൽപ്പറ്റയിലെ പോലീസ് ക്യാമ്പിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഒരു അരമണിക്കൂറിനകം തന്നെ അവിടെ നിന്ന് പോലീസ് ക്യാമ്പിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എവിടെയും നിർത്താതെ കൃത്യമായി പോലീസിന്റെ കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ഒരു നടപ്പാക്കലാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടത്. കാരണം ഈ പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ശക്തമായ കേസുകൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത ഒരു കേസാക്കി ഇതിനെ പോലീസ് മാറ്റിയിരിക്കുന്നു. സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്ത, സ്ത്രീയുടെ മാനത്തിന് ചോദ്യം ചെയ്ത രീതിയിലുള്ള ഒരു ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയെ കടുത്ത നടപടികളിലൂടെ വേണം മുന്നോട്ട് പോകാനെന്ന നിർദ്ദേശം മുകളിൽ നിന്ന് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് സെൻട്രൽ പോലീസിൽ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നീക്കങ്ങളാണ് ഇന്നലെ സെൻട്രൽ പോലീസ് നടത്തിയത്. രാത്രി തന്നെ ആരും അറിയാതെ വയനാട്ടിലേക്ക് എത്തുന്നു. വയനാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി ഹണി റോസ് ഈ വിഷയത്തിൽ രഹസ്യമൊഴി നൽകിയത്.
രഹസ്യമൊഴി നൽകുക കൂടി ചെയ്തതോടെ ഈ കേസിന്റെ കുറച്ചുകൂടി കേസിന് ബലം വെച്ചു എന്ന് തന്നെ പറയണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു യുവതി പരാതി നൽകുന്നു, ഒരു സ്ത്രീ തന്നെ അപമാനിച്ചു എന്ന് പരാതി നൽകുന്നു, മോശം രീതിയിൽ തന്നെ സ്പർശിച്ചു എന്ന് പറയുന്നു, വാക്കുകൾ കൊണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് മുമ്പിൽ അപമാനിച്ചു എന്ന് പറയുന്നു, യൂട്യൂബ് ചാനലുകളടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെ മോശമായി ചിത്രീകരിച്ചു എന്നടക്കം പരാതി പറയുമ്പോൾ ആ പരാതിയിൽ കൃത്യമായ നടപടി കേസുമായി പോലീസ് മുന്നോട്ട് പോയി. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ ഒന്ന് വിറച്ചിരുന്നു. അതാണ് മാധ്യമങ്ങളിലൂടെ അദ്ദേഹം മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ ആ മാപ്പൊന്നും വിലപ്പോയില്ല. തന്റെ മാപ്പല്ല വേണ്ടത്, നിയമവഴിയിലാണ് താൻ പോകുന്നത്. ഈ ഹണി റോസ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് തന്നെ, അതായത് പണത്തിന്റെ ഹുങ്കിൽ താങ്കൾ വിശ്വസിച്ചോളൂ, ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിലാണ് എന്നാണ് ഹണി റോസ് പറഞ്ഞത്. ആ ഹണി റോസ് വിശ്വസിച്ച നിയമവ്യവസ്ഥ ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ അഴിക്കുള്ളിലാക്കിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യമുനകൾക്കുള്ളിൽ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അല്പസമയം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇനി DCP കൂടി ഇവിടെ എത്താനുണ്ട്. DCPയുടെ നേതൃത്വത്തിലാകും ചോദ്യം ചെയ്യൽ നടക്കുക. ഇപ്പോൾ നിലവിൽ ACP യുടെ ഇല്ല, മീറ്റിംഗുകൾക്കായി തിരുവനന്തപുരത്താണുള്ളത്. CI സ്റ്റേഷനിൽ തന്നെ തുടരുകയായിരുന്നു. പ്രത്യേക പോലീസ് സംഘം, SIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് അന്വേഷണ സംഘമാണ് മേപ്പാടിയിലെത്തി ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ സ്റ്റേഷനകത്ത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. എപ്പോഴാണ് വൈദ്യ പരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നിലവിൽ ബോബി ചെമ്മണ്ണൂർ സ്റ്റേഷനകത്ത് തന്നെ തുടരുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഈ രീതിയിൽ വൈദ്യ പരിശോധനയ്ക്കാണെങ്കിൽ കൊണ്ടുപോകേണ്ടത്. അവിടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ വലയത്തിലൂടെ തന്നെ വേണം ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ. കാരണം മാധ്യമങ്ങളുടെ വലിയ നിരയുണ്ട്. അതല്ലാതെ ഈ ബോബി ചെമ്മണ്ണൂരിനെ കാണുവാനായി വന്ന ആളുകളുണ്ട്. എന്തായാലും പ്രതിക്ക് ഒരു രീതിയിലുള്ള പരിഗണനയും നൽകാതെ കമ്മീഷണർ ഓഫീസിലോ അതല്ലെങ്കിൽ പോലീസ് ക്ലബിലോ ഒന്നും കൊണ്ടുപോകാതെ സാധാരണ പ്രതിയെ എങ്ങനെ ആണോ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ആ രീതിയിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ വയനാട് നിന്ന് പോലീസ് ജീപ്പിൽ കയറ്റി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പോലീസ് ജീപ്പിൽ തന്നെ വൈദ്യപരിശോധനയ്ക്കായി അറസ്റ്റ് നടപടികൾക്ക് ശേഷം കൊണ്ടുപോകും. അതിനുശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ചിലപ്പോൾ രാവിലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ നിന്നും CA പ്രതികരിച്ചത് കൊണ്ടുവന്ന ശേഷം അത് ആലോചിക്കും എന്നുള്ളതാണ്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ എന്നറിയില്ല. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ പോലീസിൽ പരാതിപ്പെട്ട ശേഷം ഹണി റോസിനോട് ഖേദപ്രകടനം നടത്തുമ്പോഴും പറഞ്ഞ വാചകങ്ങൾ തെറ്റല്ല, അത് തെറ്റായി ധരിക്കുകയാണ് എന്നതായിരുന്നു വാദം. താൻ പോസിറ്റീവായി നടത്തിയ പ്രയോഗം കുറേ പേർ ചേർന്ന് ദ്വയാർത്ഥ പ്രയോഗമാക്കി എന്ന വാദമാണ് ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വെച്ചത്. അല്ലാതെ തൻ്റേത് ദ്വയാർത്ഥ പ്രയോഗമാണ് എന്ന് അയാൾ സമ്മതിച്ചിട്ടേയില്ല. ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ കയറ്റുമ്പോഴും ഈ വാചകമാണ് മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചത്.